ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ത്യക്കും ശാസ്ത്രലോകത്തിനും ഇത് അഭിമാന നിമിഷം. ശാസ്ത്രലോകത്തിന്റെയും ശാസ്ത്ര സമൂഹത്തിന്റെയും പ്രതീക്ഷയുടെ ചിറകിലേറി ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വിക്ഷേപണം സമ്പൂർണ്ണ വിജയം. ഈ അഭിമാന നിമിഷത്തിൽ റിപ്പോർട്ടറിന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി ടീം വികസിപ്പിച്ചെടുത്ത ചന്ദ്രന്റെ ഒരു മാതൃകാ പ്രതലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഈ ചന്ദ്രന്റെ മാതൃകാ പ്രതലത്തിൽ നിന്നുകൊണ്ട് ഓഗ്മെന്റഡ് റിയാലിറ്റി സ്പേസിൽ നിന്നുകൊണ്ട് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുമ്പോൾ സ്പുട്നിക്, അന്ന് സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രായം 10 വയസ്സാണ്. അപ്പോളോ 11 മിഷനുമായി അമേരിക്ക നീൽ ആംസ്ട്രോങ്ങിനെയും സംഘത്തെയും ചന്ദ്രനിൽ ഇറക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പ്രായം 19 വയസ്സ് എന്ന് ഓർമ്മിക്കണം. ഇന്ന് അവിടെ നിന്നാണ് കാളവണ്ടിയിലും സൈക്കിളിലും നെയ്ക് അപ്പാച്ചെ റോക്കറ്റിന്റെ ഭാഗങ്ങളുമായി തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലേക്ക് പോയൊരു ശാസ്ത്ര സമൂഹം ISRO ആയി ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തി ചന്ദ്രയാൻ 3 ഇന്ന് വിക്ഷേപണ പഥത്തിൽ എത്തിച്ചിരിക്കുന്നു. കൃത്യമായി ഭ്രമണപഥത്തിൽ എത്തിച്ചതിനു ശേഷം ISROയുടെ പ്രതിനിധികൾ നമ്മളോട് പറഞ്ഞത് എല്ലാം കൃത്യം എന്നാണ്. ഇനി എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നാൽ 41 ദിവസത്തിനു ശേഷം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം തൊടുന്ന ആദ്യത്തെ രാജ്യമായി നമ്മുടെ ഭാരതം മാറും. 1969 നിന്നും 2023 ജൂലൈ 14 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ ബഹിരാകാശ മേഖലയിൽ വളർന്നത് അഭിമാനകരവും അസൂയാവഹവുമായ നേട്ടത്തിന്റെ ഉടമയാകാനാണ്. അതോടൊപ്പം ശാസ്ത്രലോകത്തിന് ഈ ചന്ദ്രയാൻ 3 എന്ന പദ്ധതി കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് കൂടി നമ്മൾ അന്വേഷിക്കുന്നു. മാനവരാശിക്ക് എന്തുതരം പുരോഗതിയാണ് ഈ പരിവേഷണം നമുക്ക് സമ്മാനിക്കുക? ഭാരതത്തിന്റെ ബഹിരാകാശ ഗവേഷണ രംഗത്തിന് കരുത്താർജിക്കുമോ ഈ ചന്ദ്രയാൻ 3 എന്ന ഈ പദ്ധതിയിലൂടെ എന്നും നമ്മൾ അന്വേഷിക്കുന്നു. അതിനു മുമ്പ് 2:35 ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പറന്നുയർന്ന ലോഞ്ചിങ് വെഹിക്കിൾ മാർക്ക് 3, അതിനുശേഷം ISROയിലെ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് നടത്തിയ ചില വൈകാരികവും എന്നാൽ ആവേശം നിറഞ്ഞതുമായ പ്രതികരണങ്ങൾ, അതിലേക്ക് നമുക്ക് ആദ്യം പോയി വരാം. 0 plus 5 seconds. Lift off normal. Here we have a majestic lift off of LVM-3 M4 rocket carrying India's prestigious Chandrayaan 3 spacecraft. P2 tracking. प्रज्वलन और सफलतापूर्ण उत्थापन LVM-3 M4 रॉकेट का। यह भीमकाय रॉकेट आसमान को चीरते हुए अपनी भयानक दहाड़ से चारों ओर कंपन उत्पन्न कर रहा है, जिसे हम यहाँ महसूस कर सकते हैं, और यही दहाड़ है जो वैज्ञानिकों को रोमांचित करती है। LVM-3 के उत्थापन के साथ ही हमारे अंतरिक्ष यान चंद्रयान 3 की चंद्रमा की यात्रा प्रारंभ हो चुकी है। As the rocket is soaring through the clear skies, every second moving closer to the accomplishment of the most important milestone in its mission to moon. Every Indian witnessing the launch live is content with the feeling. Congratulations, India. Chandrayaan 3 has started its journey towards moon. Our dear LVM-3 has already put Chandrayaan 3 craft into the precise orbit around Earth. 170 by 36,500 kilometers was its intended target orbit, and it is precisely there now. And let us wish all the best for the Chandrayaan 3 craft to make its further orbit racing maneuvers and travel towards moon in the coming days. So let me wish all the very best to Chandrayaan 3 for its further journey towards moon. I'm very happy to report here that the LVM-3 M4 vehicle has injected the Chandrayaan 3 satellite to the precise orbit, and once again the vehicle is proved to be the most reliable heavy lift vehicle of Indian Space Research Organization. Congratulations to the teamwork of ISRO family. കൺഗ്രാറ്റുലേഷൻസ് ഇന്ത്യ. അതായിരുന്നു ഇസ്രോ ചെയർമാൻ S. സോമനാഥ് ഇന്ന് ഈ വിക്ഷേപണത്തിനു ശേഷം ഇന്ത്യയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ആദ്യത്തെ വാചകം. ഈ അഭിമാന നിമിഷത്തിൽ നമ്മൾ ചന്ദ്രയാൻ 3 നെഞ്ചിലേറ്റുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങളും അതേസമയം കുറച്ചുകൂടി കൃത്യതയും വ്യക്തതയും നമുക്ക് വരുത്തേണ്ടതുണ്ട്. ഈ ബഹിരാകാശ നേട്ടം ഏതു വിധമായിരിക്കും മാനവരാശിക്ക് ഉപയോഗപ്രദമാവുക? സൗരയൂഥത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് പോകാൻ ചന്ദ്രയാൻ 3 ദൗത്യം എങ്ങനെ നമ്മെ സഹായിക്കും? ഈ പദ്ധതിയിലൂടെ ഇന്ത്യയുടെ ബഹിരാകാശ കരുത്ത് എങ്ങനെയാണ് വർദ്ധിക്കുക? അങ്ങനെ ചന്ദ്രയാൻ 3 നമ്മൾ നെഞ്ചിലേറ്റുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്ക് കൂടി വിദഗ്ധർ ഉത്തരം നൽകുന്നു. ഇനി 1 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഈ പ്രത്യേക ചന്ദ്രയാൻ 3 സ്പെഷ്യൽ ഷോയിൽ
ചന്ദ്രയാൻ 3യെ നെഞ്ചേറ്റുമ്പോൾ. അതിഥികളായി നമുക്കൊപ്പം ISROയുടെ മുൻ ചെയർമാനും ജ്യോതിശാസ്ത്രജ്ഞനുമായ G. മാധവൻ നായർ, ശാസ്ത്ര ഗവേഷകനായ ഡോക്ടർ A. രാജഗോപാൽ കമ്മത്ത്, ഫിസിക്സ് വിഭാഗം ഹെഡ് യൂണിവേഴ്സിറ്റി കോളേജിലെ ഡോക്ടർ പ്രിൻസ് പ്രസാദ്, ഒപ്പം ശാസ്ത്ര ഗവേഷകൻ കൂടിയായ ജ്യോതിശാസ്ത്രജ്ഞൻ കൂടിയായ VS ശ്യാം എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ആദ്യം ശ്രീ G. മാധവൻ നായരിലേക്ക്. കൺഗ്രാറ്റുലേഷൻസ് ശ്രീ G. മാധവൻ നായർ. അങ്ങയുടെ കൂടി ഒരു സ്ഥാപനം ഇന്ന് അസൂയാവഹമായൊരു നേട്ടത്തിന് ഉടമയായിരിക്കുന്നു. ഇനി 41 ദിവസം കഴിയുമ്പോൾ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യവും ചൈനയുടെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങുന്ന ആദ്യത്തെ രാജ്യവുമായി നമ്മുടെ രാജ്യം മാറും. ഈ അഭിമാന നിമിഷത്തിൽ ISROയുടെ നേട്ടത്തെക്കുറിച്ച് അങ്ങ് എന്താണ് പ്രേക്ഷകരോട് പറയുന്നത്? തീർച്ചയായിട്ടും ISROയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്ന് തന്നെ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ 69 തുടങ്ങിയ ആ ഒരു ചെറിയ കാൽവയ്പ് ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന വികസിത രാജ്യങ്ങളോടൊപ്പം ഉള്ള ശേഷി നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. GSLV Mark 3 LM3 ഇപ്പോൾ നമ്മളിപ്പോൾ ലോഞ്ചിങ്ങിന് ഉപയോഗിച്ചത് ഭാരം കൊണ്ട് ഏകദേശം ഒരു 4 ടണ്ണോളം സാറ്റലൈറ്റ് മുകളിൽ കൊണ്ടുപോകാൻ കഴിയും. അതുമാത്രമല്ല ഇതുവരെയുള്ള അതിൻ്റെ വിക്ഷേപണമെല്ലാം തന്നെ സക്സസ് ആവുകയും ചെയ്തു. അത് കാരണം നമ്മുടെ ആവശ്യത്തിന് മാത്രമല്ല പുറം രാജ്യങ്ങളിലുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കൂടി അമേരിക്കക്കാർക്ക് വേണ്ടി ഈയിടയ്ക്ക് 36 ഉപഗ്രഹം ഈ വിക്ഷേപണ വാഹനം വഴി നമ്മൾ ഉപയോഗിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ സ്പേസ് ട്രാൻസ്പോർട്ടേഷന് നമ്മൾ നല്ലൊരു മൈൽ സ്റ്റോൺ ഡെമോൺസ്ട്രേറ്റ് ചെയ്യിച്ചു. ഇപ്പോൾ ഇന്നത്തെ ചന്ദ്രയാൻ 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഗ്രഹത്തിൽ നമുക്ക് എങ്ങനെ ചെന്നിറങ്ങാം, സേഫായിട്ട് നമ്മുടെ ഇൻസ്ട്രുമെൻസോ അല്ലെങ്കിൽ മനുഷ്യരെയോ അവിടെ എങ്ങനെ ഇറക്കാൻ കഴിയും എന്നതിനുള്ള ഒരു ആദ്യത്തെ ചുവടുവയ്പ്പാണുമായിട്ട് കരുതേണ്ടത്. ഇതിൽ സാങ്കേതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പെർഫെക്റ്റ് ചെയ്യാനുണ്ട്. 4 കൊല്ലം മുമ്പ് ചന്ദ്രയാൻ 2 ഏകദേശം ഇതേപോലുള്ള ഒരു കോൺഫിഗറേഷനാണ് നമ്മൾ ഫ്ലൈ ചെയ്തത്. അത് ഭൂമിക്ക് മുകളിൽ പോയി അതിൽ നിന്ന് ചന്ദ്രനിലേക്ക് എത്തി ചന്ദ്രന് ചുറ്റും നടന്ന ചിത്രങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം ഈ ലാൻഡർ മാതൃപേടകത്തിൽ നിന്നും വേർപെട്ട് ചന്ദ്രനിലേക്ക് പോകാനും തുടങ്ങി. പക്ഷേ അവസാനത്തെ ഒരു കിലോമീറ്റർ മുകളിൽ വെച്ച് അതിന് ചെറിയ സാങ്കേതിക തകരാറ് വന്നത് കാരണം ഒരു ക്രാഷ് ലാൻഡിങ്ങിനാണ് അത് ചെയ്തത്. ഒരു സോഫ്റ്റ് ലാൻഡിങ്ങിന് പകരം ഒരു ക്രാഷ് ലാൻഡിങ്ങിൽ അവസാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ലാൻഡിങ് സീക്വൻസ് പെർഫെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചന്ദ്രയാൻ 3യുടെ ഒരു മേജർ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സാധാരണ ഉപഗ്രഹത്തിൽ ഉള്ള പ്രൊപ്പൽഷൻ മോഡ്യൂള്, പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റം, ഗൈഡൻസ് സിസ്റ്റം, നാവിഗേഷൻ സിസ്റ്റം, കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, ഇങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഇതിലേതിലെങ്കിലും തകരാറുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് അവസാനം പ്രശ്നം വരാം. ഇത് എല്ലാ മേഖലകളിലും ഇസ്രോയുടെ വിദഗ്ധർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ലാൻഡർ മോഡ്യൂളിനെ നല്ലവണ്ണം സ്ട്രോങ് ആക്കുകയും ലാൻഡിങ് ഗിയർ വളരെ സ്ട്രെങ്തൻ ചെയ്തു. അതുപോലെ തന്നെ മറ്റ് കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും ഒക്കെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. പുതിയൊരു പ്രൊപ്പൽഷൻ മോഡ്യൂളിന് രൂപകൽപ്പന നൽകിയിട്ടുണ്ട്. ഈ കറക്റ്റീവ് ആക്ഷൻ എല്ലാം കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ഈ മിഷൻ സക്സസ് ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇസ്രോ സാധാരണ ചെറിയ പരാജയങ്ങൾ ചിലപ്പോൾ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പരാജയങ്ങളിലതൊക്കെ ഒരു വെല്ലുവിളിയായിട്ടെടുത്ത് അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സ്വഭാവമാണ് ഇസ്രോയ്ക്കുള്ളത്. അത് ഈ ചന്ദ്രയാൻ 4ലും ചന്ദ്രയാൻ 3ലും നമുക്ക് കാണാൻ കഴിയും. ഒരു കാര്യം കൂടി ശ്രീ G. മാധവൻ നായർ, കൂടി നമ്മൾ ലോകത്തിലെ 4ാമത്തെ രാഷ്ട്രം. ഓക്കെ, ഇതിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലാണ്. ആ ദക്ഷിണ ധ്രുവത്തിൽ ഒട്ടേറെ വെല്ലുവിളികളുണ്ട്. അവിടെ നമ്മൾ നേരത്തെ ഞങ്ങൾ പറയുകയായിരുന്നു, ചന്ദ്രൻ്റെ അച്ചുതണ്ട് ഈ 1.5 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടെ പ്രകാശം എത്തില്ല. അവിടെ താപനില വളരെ കുറവാണ്, -235 ഡിഗ്രി സെൽഷ്യസോ മറ്റോ ആണ്. അവിടെ ആ പ്രതലത്തിലിറങ്ങുക അതീവ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ മറ്റു രാജ്യങ്ങൾ അതിന് ശ്രമിക്കാത്തതും. അങ്ങനെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്കാണ് നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഈ നിലവിൽ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ലാൻഡറിനെ ഇറക്കുമ്പോൾ
അത് എന്തായിരിക്കും ഒരു മെച്ചപ്പെട്ട സംഭാവന നൽകാൻ സാധ്യതയുള്ളത്? എന്തു മെച്ചമാണ് ചന്ദ്രൻ്റെ ഈ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത്? ഏറെ കുട്ടികളടക്കമുള്ള ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം അതാണ്. ഒന്നാമതായിട്ട് ഈ പറഞ്ഞതുപോലെ ദക്ഷിണ ധ്രുവത്തിൽ സൂര്യൻ്റെ പ്രകാശം ചെന്നു ചേരുന്നില്ല. അത് കാരണം അവിടുത്തെ താപനില വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് പല നേട്ടങ്ങളുമുണ്ട്. ഒന്നാമത് അന്ന് ചന്ദ്രൻ ആദ്യമായിട്ട് ഏകദേശം ഒരു 4 ബില്യൺ ഇയർ മുമ്പ് ഭൂമിയിൽ നിന്നും അടർന്നുപോയി. അപ്പോൾ പോയിട്ടുള്ള വെള്ളത്തിൻ്റെ നല്ലൊരു ഭാഗം ഈ ധ്രുവ പ്രദേശത്ത് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ആ വെള്ളം ഐസ് കട്ടകളായിട്ട് ഉപരിതലത്തിന് താഴെയുണ്ടെന്നുള്ളത് നമ്മുടെ ചന്ദ്രയാൻ 1-ലും ചന്ദ്രയാൻ 2-ലും നമുക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്ഥിരത വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കൂടിയാണ് ഈ ലാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത് ഈ തണുത്ത ടെമ്പറേച്ചറിലും മറ്റുമൊക്കെ ഈ ഇൻസ്ട്രുമെൻസും പ്രൊപ്പൽഷൻ സിസ്റ്റവും അതിൻ്റെ റോബോട്ടിക് സിസ്റ്റവും എല്ലാം വർക്ക് ചെയ്യാനുള്ള ആ ഒരു ടെക്നോളജി നമുക്ക് സ്വായത്തമാക്കുക. അപ്പോൾ ടെക്നോളജിക്കൽ എക്സലൻസ് പ്രൂവ് ചെയ്യുക. പിന്നെ ഇതിലൊക്കെ ഉപരിയായിട്ട് ഈ ഭാഗം ഒരു വെർജിൻ ലാൻഡാണെന്ന് പറയാം. ചന്ദ്രൻ ആദ്യകാലം മുതൽ തന്നെ. അപ്പോൾ ഭൂമിയുടെ ഉൽപ്പത്തി കഴിഞ്ഞ ഏകദേശം ഒരു 500 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അന്ന് മുതലുള്ള നമ്മുടെ സൗരയൂഥത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നതിനെ പറ്റിയുള്ള ഒരുപാട് ശാസ്ത്രീയ വിവരങ്ങൾ ഇതിന്ന് ശേഖരിക്കാൻ കഴിയും. അവിടെ എന്തൊക്കെ മിനറൽസ് ഉണ്ടെന്ന് നമുക്ക് നേരിട്ട് അറിയാൻ കഴിയും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ റേഡിയേഷൻ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, അവിടെ സീസ്മിക് ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നൊക്കെ പഠിക്കാനുള്ള ഉപകരണങ്ങളും ഈ പേടകത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ശാസ്ത്രലോകത്തിനും വളരെ വലിയ നേട്ടങ്ങൾ ഈ വിക്ഷേപണം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടെക്നോളജി ഗ്രോത്തിൽ, സ്പേസ് ടെക്നോളജിയിൽ ഒരു പെർഫെക്ഷൻ അച്ചീവ് ചെയ്യുക, അതേയോടൊപ്പം തന്നെ ശാസ്ത്രലോകത്തിന് നല്ല നേട്ടം ഉണ്ടാക്കുക, അതിലുപരിയായിട്ട് ഭാവിയിൽ വരുന്ന പ്ലാനറ്ററി എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിത്തറയുണ്ടാകും. ഒരു കാര്യം കൂടി, ഇപ്പോൾ പലരും ചോദിക്കുന്നത് 1969 ശേഷം അമേരിക്ക മാത്രമാണ് ചൈനയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോയിരിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ എന്നത് പലതവണ ശ്രമിച്ചു. ഇപ്പോൾ ലെയ്ക്ക പോലെയുള്ള നായ്ക്കുട്ടിയെ അവിടെ എത്തിച്ചു എന്നതിനും അപ്പുറത്തേക്ക് ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന തുടങ്ങിയ സോവിയറ്റ് യൂണിയൻ അത് സാധിക്കുമായിരുന്നോ ഇല്ലയോ എന്നൊരു ചോദ്യമൊക്കെ ബാക്കി നിൽക്കുന്നു. പക്ഷേ അതിനുശേഷം ആരും ഈ മനുഷ്യനെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകുന്നൊരു മിഷനിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഏറെക്കാലത്തിന് ശേഷം ഈ ചന്ദ്രനിലെ പരിവേഷണം ചന്ദ്രയാൻ 1ഉം 2ഉം വന്നതോടുകൂടി ലോകമാകെ സജീവമാക്കി. ഇസ്രായേൽ അയച്ചു, ചൈന അയച്ചു, ചസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു മെഷീൻ അയച്ചു. അമേരിക്ക ഇതിൽ വീണ്ടും താല്പര്യം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ചന്ദ്രപരിവേഷണത്തിൽ ലോകരാജ്യങ്ങളുടെ താല്പര്യം വർദ്ധിപ്പിക്കാൻ കൂടി ഈ ചന്ദ്രയാൻ സഹായിക്കുന്നുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, നമുക്ക് നിലവിൽ ഈ സോഫ്റ്റ് ലാൻഡർ നടത്തുന്നത് വഴി മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ, ഇപ്പോൾ ഗഗൻയാൻ പദ്ധതി നമ്മളുടെ അടുത്ത ക്യൂവിൽ നിൽക്കുന്ന ഏറ്റവും അടുത്ത പദ്ധതിയാണ്, പിന്നീട് ആദിത്യ. പക്ഷേ ചന്ദ്രനിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുക എന്നൊരു പദ്ധതിക്ക് ISROയ്ക്ക് ചിന്തിച്ചു തുടങ്ങാനുള്ള കരുത്ത് ഈ ലാൻഡറുടെ സോഫ്റ്റ് ലാൻഡിംഗ് നൽകുമോ? ആദ്യമായിട്ട് ചന്ദ്ര പരീക്ഷണം 60കളിലും 70കളിലുമൊക്കെ റഷ്യയും അമേരിക്കയും ഒരു കോമ്പറ്റിറ്റീവ് ബേസിൽ നടത്തിയിരുന്നു. അമേരിക്കക്കാരവരെ മനുഷ്യനെ അവിടെ എത്തിക്കുകയും അവിടെ നിന്ന് സാമ്പിളുകൾ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. അവർ റഷ്യക്കാരാണെങ്കിൽ അവിടുന്ന് സാമ്പിളുകൾ കളക്ട് ചെയ്ത് അവർ റോബോട്ടിക് എക്സ്പ്ലോറേഷൻ വഴി ഭൂമിയിൽ കൊണ്ടുവന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആവശ്യമായ ഡേറ്റ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് ഇത് റിവൈവ് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ മുമ്പിലൊരു ചോദ്യചിഹ്നമുണ്ട്. നമ്മുടെ ഭൂമിക്ക് എന്തെങ്കിലും നാശം സംഭവിക്കുകയാണെങ്കിൽ മനുഷ്യരാശിക്ക് എവിടെ ആണ് ഒരു ആൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു വാസസ്ഥലം? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അടുത്തുള്ളത് ചന്ദ്രനും അത് കഴിഞ്ഞ് ചൊവ്വയുമാണ്. ഈ സ്ഥലങ്ങൾ വാസയോഗ്യമാണോ എന്നുള്ളതിനെ പറ്റി ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നതാണ് ഈ പുതിയ ഈ ചാന്ദ്ര ദൗത്യം വഴി പല രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യ അതിന് മുൻകൈ എടുത്തു. 2008 തന്നെ ആദ്യത്തെ പരീക്ഷണം നടത്തി. അത് കഴിഞ്ഞിപ്പോൾ ലാൻഡിങ് അവിടെ സ്പോട്ടിൽ പോയി ഇറങ്ങി സാമ്പിൾ കളക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടായി. അപ്പോൾ ഈ ഇവൻ്റ് പണ്ട് കൊളംബസ് ഒരു പായ്ക്കപ്പൽ കടലിൽ ഇറങ്ങി തിരിച്ചു പോലുള്ള ഒരവസ്ഥയാണ്.
നമുക്ക് ഒരു ഒട്ടും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് വേറൊരു യാതൊരു സഹായവുമില്ലാതെ തന്നെത്താനെ അവിടെ ചെന്ന് ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ ഇത് മനുഷ്യരെ ഭാവിയിൽ അവിടെ എത്തിക്കാനുള്ളതിനുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ തുടക്കം കുറിക്കൽ മാത്രമാണെന്ന് പറയാം. താങ്ക് യു ശ്രീ മാധവൻ നായർ. ഒരു നിമിഷം അങ്ങ് കൂടി എനിക്കറിയാം ഒരു 15 മിനിറ്റാണ് അങ്ങ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്, എങ്കിലും അല്പസമയം കൂടി അങ്ങ് തുടരണം. നമ്മളോടൊപ്പം 2 അതിഥികൾ കൂടിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചെറിയ ഒബ്സർവേഷൻ അവരിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അങ്ങയിലേക്കൊന്ന് മടങ്ങി വരാം. നമുക്കൊപ്പം ഡോക്ടർ പ്രിൻസ് ചേരുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിസിക്സ് വിഭാഗം മേധാവിയാണ് ഡോക്ടർ പ്രിൻസ്. ഇത് ജ്യോതിശാസ്ത്രത്തിലേക്ക്, സൗരയൂഥത്തിലേക്ക് ഒരു പുതുവഴി വെട്ടിയിരിക്കുകയാണ് ഇന്നത്തെ ചന്ദ്രയാൻ 3 എന്ന രീതിയിൽ അതിനെ കാണുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ടെക്നോളജിക്കൽ പെർഫോമൻസ് മാത്രമാണ് എന്നാണ് നമ്പിനാരായണൻ ഇന്ന് നമ്മളോട് പറഞ്ഞത്. ആ ടെക്നോളജിക്കൽ പെർഫോമൻസ് നമുക്ക് കൃത്യമായി ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം കൂടും എന്നാണ്. ഞാൻ ശ്രീ മാധവൻ നായരോട് ചോദിച്ച ചോദ്യവും അത് തന്നെയാണ്. ഇന്ത്യ ഒരു സോഫ്റ്റ് പവർ എന്ന രീതിയിൽ ബഹിരാകാശ രംഗത്തേക്ക് ഒരു എത്രമാത്രം വലിയ കുതിപ്പാണ് നിലവിൽ ഈ ചന്ദ്രയാൻ 3 നൽകുക? തീർച്ചയായിട്ടും നമ്മുടെ ബഹിരാകാശ പദ്ധതികളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് വിജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരികയാണല്ലോ. വളരെ അപൂർവമായിട്ട് നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ബഹിരാകാശ പദ്ധതികൾ പൊതുവിൽ നമുക്കൊരു വിജയമാണെന്ന് തന്നെ പറയാൻ കഴിയും. അത് തീർച്ചയായിട്ടും നമ്മുടെ പൊതുസമൂഹത്തിലും രാജ്യാന്തര സമൂഹത്തിലും ഇന്ത്യ ഒരു ബഹിരാകാശ ശക്തിയാണ് എന്ന ഒരു ബോധം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിനും നമുക്കും തന്നെയും പൊതുവിൽ നമ്മുടെ രാജ്യത്തിനും നല്ല ഒരു സൽപ്പേര് പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ നമ്മൾ നടത്തിയിരിക്കുന്ന ഈ ചന്ദ്രയാൻ ദൗത്യം ഒരുപക്ഷെ നമ്മുടെ ആ ചന്ദ്രയാൻ 2-ൻ്റെ ചന്ദ്രയാൻ 2-ണ്ടായ നമ്മുടെ പരാജയങ്ങളെല്ലാം അതിൻ്റെ പോരായ്മകളെല്ലാം പരിഹരിച്ച് നമുക്ക് ചന്ദ്രനിലേക്ക് എത്തിച്ചേരാനാകും എന്നൊരു ആത്മവിശ്വാസത്തിൽ നമ്മൾ നടത്തിയിരിക്കുന്ന ഒരു പരീക്ഷണമായിട്ട് കാണണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സേഫ് ലാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ലോകത്തിലെ 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ എത്തിച്ചേരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് നമ്മൾ ഓഗസ്റ്റ് 23-24 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ലോകത്തിൽ പൊതുവിൽ ഈ ചാന്ദ്രദൗത്യങ്ങൾക്ക് ഒരു പുതിയ മാനം കൈവരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങളൊക്കെ സാമൂഹികമായും സാമ്പത്തികമായും എല്ലാം നിലനിൽക്കുന്നൊരു കാലഘട്ടത്തിൽ പുതിയൊരു അല്ലെങ്കിൽ പുതിയതല്ല, ഇവിടെ നിലനിന്നിരുന്ന ഒരു മത്സര മേഖല തന്നെയാണ് സാങ്കേതിക വിദ്യയിലുള്ള മത്സരം. അപ്പോൾ സാങ്കേതിക വിദ്യ ഏത് രാജ്യത്തിനാണോ ഏറ്റവും കൂടുതൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയുന്നത് ആ രാജ്യങ്ങൾ ഒരുപക്ഷെ ലോകക്രമത്തിൽ മുന്നോട്ട് വരുന്നൊരു സാഹചര്യത്തിലേക്കാണ് പുതിയ ലോകക്രമം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാങ്കേതിക വിദ്യയിൽ ഏറ്റവും എളുപ്പം നമുക്ക് രാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റിയ ഒരു മേഖലയും ബഹിരാകാശ സാങ്കേതിക വിദ്യ തന്നെയാണ്. കാരണം പൊതുവിൽ ബഹിരാകാശവും ജ്യോതിശാസ്ത്രവും എല്ലാം ആളുകളുടെ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അവരുടെ ഇൻട്രസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളത് ലോകത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ ആവശ്യമാണ്. രണ്ടാമതൊരു കാര്യമുള്ളത്, ഇപ്പോൾ പലരും കാണാതെ പോകുന്ന ഒരു വസ്തുത, ഇപ്പോൾ പാനലിലുള്ള ആരോഗ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഇപ്പം സമീപ ഭാവിയിലൊന്നുമല്ല, നമ്മൾ ചന്ദ്രനിലേക്കൊക്കെ മാറി താമസിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായേക്കാം. അതൊക്കെ വളരെ അതിശയോക്തിപരമായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അതിനുപരി മറ്റൊരു മാനമുള്ളത്, ചന്ദ്രനിൽ നിരവധി ധാതുക്കളുണ്ട്, കെമിക്കൽസ് അല്ലെങ്കിൽ മിനറൽസ് ഉണ്ട്. ധാതുക്കളെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പല എലമെൻറ്റുകളുടെയും മൂലകങ്ങളുടെയും അയിരാണ്, അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാം നമുക്ക് മൂലകങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. ചന്ദ്രനിൽ ഈ ഭൂമിയിൽ കാണാത്ത പല ധാതുക്കളുമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ധാതു അല്ലെങ്കിൽ പോലും ഹീലിയം 3 എന്ന് പറഞ്ഞ വളരെ അപൂർവമായ ഈ ഭൂമിയിൽ കാണുന്ന ഒരു വസ്തു ചന്ദ്രനിൽ വളരെ പ്രകടമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഹീലിയം 3യുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമെന്ന നിലയിൽ നമ്മൾ കാണുന്ന ഒരു മൂലകമാണ് ഹീലിയം 3. ആണവ സംയോജനത്തിലൂടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന, ഭൂമിയിൽ തന്നെ ആണവ സംയോജനത്തിലൂടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണത്. പക്ഷേ അത് ഭൂമിയിലില്ല, ഹീലിയം 3 ഇല്ല, ഭൂമിയിലില്ല. പക്ഷേ ആ പ്രവർത്തനം നമുക്കിവിടെ നടത്താൻ കഴിയും. അപ്പോൾ സമീപ ഭാവിയിൽ നമ്മളൊന്നും പോയില്ല, അല്ലെങ്കിൽ മനുഷ്യനൊന്നും പോകാതെ ഹീലിയം അടക്കമുള്ളവ, ധാതുക്കൾ അടക്കമുള്ളവ നമ്മുടെ മാനവരാശിക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊരു പരിവേഷണമുണ്ട്. 17% പ്രദേശത്ത് കാണപ്പെടുന്ന മാഗ്നൈറ്റ്, കാൽസ്യം,
ഈ പറയുന്ന ടൈറ്റാനിയം ഇതൊക്കെ വളരെ റിച്ചായിട്ട് കാണപ്പെടുന്നു. പക്ഷേ എൻ്റെ ഒരു സംശയം, ഞാനത് സംശയം ചോദിക്കുന്നത് ശ്യാമിലേക്കാണ്. രാജഗോപാൽ കമ്മത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, ഈ പറഞ്ഞ ധാതുക്കളുടെയൊക്കെ സാന്നിധ്യം നിലവിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ചന്ദ്രയാൻ 1 ദൗത്യത്തിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞത് അവിടെ ഖരരൂപത്തിലുള്ള ജലസാന്നിധ്യമുണ്ട് എന്നാണ്. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു MIB-യിലൂടെ, മൂൺ ഇമ്പാക്ട് പ്രോബിലൂടെ. എന്നാൽ ഈ ധാതുലവണങ്ങളുടെ സാന്നിധ്യം ഈ ചന്ദ്രയാൻ 3-യിലൂടെ മാത്രമല്ലേ നമുക്ക് ഇനി പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ബാക്കിയെല്ലാം നമ്മുടെ അസംഷൻസ് മാത്രമാണ്. അതെ, ആദ്യമായിട്ട് തന്നെ ഒരു പ്രൈം ടൈമിൽ ശാസ്ത്രവും പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്രവും സ്പേസ് സയൻസും ഒക്കെ ഇത്രയധികം ചർച്ചാ വിഷയമാകുന്നതിലുള്ളൊരു സന്തോഷം പങ്കുവെക്കുകയാണ്. നമ്മൾ ചന്ദ്രയാൻ പദ്ധതിയിൽ പ്രത്യേകിച്ച് ഈ മിഷൻ്റെ ഒബ്ജക്റ്റീവ് പ്രധാനമായിട്ടും 3 എണ്ണമാണ്. 1, സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി നടത്തുക. 2, റോവർ പ്രവർത്തിപ്പിക്കുക. 3-മത്തേത് അവിടെ ഓൺസൈറ്റ് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുക. നമുക്ക് പ്രധാനമായും 7 പേലോഡുകളാണ് അതിനകത്തുള്ളത്. അതിൽ ലാൻഡറിലും റോവറിലുമുള്ള 6 പേലോഡുകൾ അരുൺ നേരത്തെ സൂചിപ്പിച്ചതും സാർ നേരത്തെ സൂചിപ്പിച്ചതുമായിട്ടുള്ള വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് ചന്ദ്രോപരിതലത്തിൽ നടത്തുക. നമ്മൾ ചന്ദ്രയാൻ 1-ലും 2-ലും എല്ലാം തന്നെ ജലസാന്നിധ്യവുമായിട്ട് ബന്ധപ്പെട്ടത്, പ്രത്യേകിച്ച് ഹൈഡ്രോക്സൈൽ അയൺ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കിയതെങ്കിൽ നമ്മുടെ റോവറിനകത്ത് സ്പെക്ട്രോമീറ്ററുകളുണ്ട്. എക്സ്റേ സ്പെക്ട്രോമീറ്ററുകളും ലേസർ സ്പെക്ട്രോമീറ്ററുകളും ഒക്കെ ആ റോവറിനകത്തുണ്ട്. ആ റോവർ ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിച്ച് അവിടെയുള്ള എലമെൻ്റൽ കോമ്പോസിഷൻ, അതായത് ഏതെല്ലാം തരത്തിലുള്ള വൈവിധ്യമാർന്ന മൂലകങ്ങളോ ധാതുക്കളോ അതിൻ്റെ അളവും അതിൻ്റെ ഘടനയും അതൊക്കെ എത്രത്തോളം അവിടെ ഉണ്ട് എന്ന് പ്രത്യേകമായി പരിശോധിക്കുന്നതിന് വേണ്ടുന്നതിനുള്ള ഉപകരണങ്ങൾ ഘടിപ്പിക്കപ്പെട്ട ആ റോവറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തവണ നമ്മൾ കൂടുതൽ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ അവിടുത്തെ ധാതു സമ്പത്തിനെ സംബന്ധിച്ചുള്ള കൃത്യമായ പഠനങ്ങളാണ് നടത്തുക. റൈറ്റ്. ഞാൻ ശ്രീ രാജഗോപാൽ കമ്മത്തിലേക്ക് കൂടി വളരെ വേഗം വന്നു. ശ്രീ രാജഗോപാൽ കമ്മത്ത്, നമ്മളിന്ന് രാവിലെ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ നമ്മളെല്ലാവരും സംബന്ധിച്ചൊരു കാര്യം, ഈ വെഹിക്കിളിൻ്റെ ലോഞ്ചിങ് വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് നടത്താൻ കഴിയും. ഇനിയുള്ള ഘട്ടം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് താങ്കൾ വിശദീകരിക്കുക കൂടി ചെയ്തിരുന്നു. അത് ഏറെ ഉപകാരപ്രദവുമായി. നമ്മുടെ ആ ഷോ കണ്ടതിന് ശേഷം ഒരുപാട് പ്രേക്ഷകർ ഇത് പറയുകയും ചെയ്തു. വളരെ കൃത്യമായി താങ്കൾക്കത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. ഇപ്പോൾ ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂള് എന്നായിരിക്കും ഇവിടെ നിന്നും GT ഓർബിറ്റ് വഴി ഈ ജിയോ സ്റ്റേഷൻ ഓർബിറ്റിൽ നിന്ന് പുറത്തേക്ക് പോയി ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് മാറുക? ഏകദേശം എത്ര ദിവസമെടുക്കും? അവിടെ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു ആശങ്ക അനുഭവിക്കുന്നുണ്ടോ ആ ഘട്ടത്തിൽ? ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. കാരണം നമ്മൾ ഇന്ന് കണ്ടതുപോലെയുള്ളൊരു പെർഫെക്റ്റ് ലോഞ്ചായിരുന്നു ഇന്നത്തേത്. വളരെ അനായാസമായിട്ട് തന്നെ ഇത് ഭ്രമണപഥത്തിലെത്തി. 179 കിലോമീറ്റർ ഉയരത്തിലുള്ള ആദ്യ ഭ്രമണപഥത്തിലെത്തി. അതിനുശേഷം ഓർബിറ്റൽ റേസിംഗ് മനൂവറിൻ്റെ ഘട്ടങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഉടൻ തന്നെ ആ ഓർബിറ്റൽ റേസിംഗ് 36,500 കിലോമീറ്റർ ഉയരത്തിലുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലായിരിക്കും അത് വരിക. ഏറ്റവും കുറഞ്ഞ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 179 കിലോമീറ്റർ. പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട് ഇപ്പോൾ. അപ്പോൾ അത് കൃത്യമായിട്ട് നടന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഇത് പതിയെ 5ഓളം ഭ്രമണങ്ങളുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഭൂഗുരുത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തിരികെ പതിക്കുക. അത് വീണ്ടും 179 കിലോമീറ്റർ ഉയരത്തുള്ള ഭ്രമണപഥത്തിൽ വീണ്ടും അത് ഇതുപോലെ തന്നെ 36,500 കിലോമീറ്റർ അതിങ്ങനെ ഒരു ഭ്രമണം ചെയ്തതിന് ശേഷം അനുയോജ്യമായ സാഹചര്യങ്ങളുള്ളപ്പോൾ, ഡേറ്റ് വ്യക്തമല്ല, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് പതിയെ അല്പം വേഗം കൂട്ടി, ഭൂമിയുടെ ഗുരുത്വാകർഷണം അവിടെ ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഇന്ധനം കുറച്ച് മതി. കാരണം ഇത് പതിച്ചിട്ട് പെട്ടെന്നൊരു സ്ലിംഗ് ഷോട്ട് പോലെ, അതായത് ഒരു കാറ്റപൾട്ട് പോലെ പെട്ടെന്ന് എറിയുകയാണ് ചെയ്യുന്നത്. അപ്പം ഏകദേശം അത് അങ്ങനെയാണ് നമുക്കൊരു ഉപമ പറയാൻ കഴിയുക. അതിനുശേഷം പ്രൊപ്പൽഷൻ മോഡ്യൂളിലെ ഇന്ധനം ജ്വലിപ്പിച്ചുകൊണ്ടാണ് ചന്ദ്രനെ ചേസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഒരു 3,60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3,70,000 കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് നമുക്ക് ചന്ദ്രനെ ചേസ് ചെയ്ത് പിടിക്കാം. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് വേഗം കുറച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് ഇറങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ ഇറങ്ങുന്ന ആ ഘട്ടമാണ്. ഡീസിലറേറ്റ് ചെയ്തുകൊണ്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് ഇറങ്ങുന്നതാണ്. ഈ നമ്മൾ ഓർബിറ്റിലെത്തുന്ന വേഗം കൂടിക്കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്താതെ അത് സ്പേസിലേക്ക് പോകും. വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ചന്ദ്രനിലേക്ക് പതിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ
100x100 എന്ന് പറയുന്ന ഭ്രമണപഥത്തിലേക്ക് പതിയെ നമുക്കതിനെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലാൻഡർ ഉൾപ്പെടുന്ന പ്രൊപ്പൽഷൻ മോഡ്യൂളും എല്ലാം ഉൾപ്പെടുന്ന ആ ഒരു ഘടനയെ 100 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനുണ്ട്. അപ്പോൾ അത് ഈ ഒരു 40 ദിവസം കൊണ്ട് ഈ മെനുവർ ഈ 40 ദിവസം കൊണ്ടാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഘട്ടങ്ങളുടെ ഡേറ്റ്സ് അവർ അനൗൺസ് ചെയ്യും. ഈ അടുത്ത കാലത്ത് തന്നെ അനൗൺസ് ചെയ്യും. ഇന്ന ദിവസം ആണ്, ഇന്ന 1 ഓർബിറ്റ് കഴിഞ്ഞു, 2 ഓർബിറ്റ് കഴിഞ്ഞു, അങ്ങനെയൊക്കെ അനൗൺസ് ചെയ്യും. അതിനുശേഷമാണ് ട്രാൻസ്ഫർ ട്രാജക്ടറിയിലേക്ക് പോകുക. ആ ട്രാൻസ്ഫർ ട്രാജക്ടറി വലിയ പ്രശ്നമില്ല, കാരണം നമ്മൾ പരിചിതമാണ്. നമുക്ക് ഇപ്പോൾ തന്നെ 3 യാനങ്ങൾ നമ്മൾ അതുവഴി അയച്ചു കഴിഞ്ഞു. മംഗൾയാൻ അയച്ചു, ചന്ദ്രയാൻ 1 അയച്ചു, ചന്ദ്രയാൻ 2 അയച്ചു. അതിനൊന്നും യാതൊരു പാകപ്പിഴകളും നമുക്കുണ്ടായിട്ടുമില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ അത് കൈകാര്യം ചെയ്തു. നമ്മളിപ്പോൾ ഏകദേശം ഒരു നല്ല പരിചയം അതിൽ നേടിക്കഴിഞ്ഞു. ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന അതും നമുക്ക് ഏകദേശം, കാരണം നമുക്ക് ധാരാളം ഉപഗ്രഹങ്ങൾ പ്രവർത്തിപ്പിച്ച് പരിചയമുണ്ട്. അത് ഓർബിറ്റിൽ നമ്മൾ നിയന്ത്രിച്ച് പരിചയമുണ്ട്. ഇത് അത്ര ദൂരത്തിലൊന്നും അല്ലാത്തൊരു ഉപഗ്രഹം, ഇതൊരു ഉപഗ്രഹം തന്നെയാണ്. ദൂരെയുള്ള ഉപഗ്രഹം റിമോട്ട് സെൻസിങ്ങിലൂടെ നമ്മൾ അത് നിയന്ത്രിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീടുള്ള ഘട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് ലാൻഡറിൻ്റെ ഘട്ടം. അതിലാണ് നമുക്ക് അതിസൂക്ഷ്മമായ ഉപകരണങ്ങളുടെ സഹായത്തോടെ നമ്മൾ നിയന്ത്രിക്കേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. അപ്പോൾ ബാക്കിയുള്ള ഘട്ടങ്ങളെല്ലാം ഇതുപോലെ തന്നെ അനായാസം നടക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ശ്രീ ജി മാധവൻ നായർ, അങ്ങ് മുൻ ISROയുടെ ചെയർമാനായിരുന്നു. ഏറെക്കാലമായി ആദ്യം ഈ ISRO സ്ഥാപനം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ഈ ആണവോർജ്ജ വകുപ്പിന് കീഴിലാണല്ലോ ആദ്യം നെഹ്റു ഇത് വിഭാവനം ചെയ്തത്. പിന്നീടാണ് ഇതിന് സ്വതന്ത്രമായൊരു അസ്തിത്വം ഉണ്ടാവുന്നത്. ആ അസ്തിത്വം പിന്നീട് കാലങ്ങളായി വികസിച്ചു വന്നു. ഇപ്പോൾ സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അത് കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ 615 കോടി രൂപയ്ക്കാണ് ഈ ചന്ദ്രയാൻ 3 പദ്ധതിയെ ഇപ്പോൾ സർക്കാർ പ്രോജക്റ്റായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഇതൊരു ഹോളിവുഡ് സിനിമയുടെ അത്ര പോലും തുകയില്ല എന്നാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ ഈ മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുക, ബഹിരാകാശത്തെത്തിക്കുക തുടങ്ങിയ പദ്ധതികൾക്ക് ഏറെ വലിയ തുക ആവശ്യമായി വരുന്നൊരു സാഹചര്യമുണ്ട്. ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ ചെയ്തതുപോലെയോ അമേരിക്ക ചെയ്തതുപോലെയോ ചൈന ചെയ്തതുപോലെയോ ഇത്രയും അധികം ഹ്യൂജായൊരു ഫിനാൻഷ്യൽ റിസോഴ്സ്, ഒരു സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് അത് സാധ്യമാണോ എന്നൊരു ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ സാധ്യമല്ലെങ്കിൽ നമുക്ക് ഈ മെഷീനുകളെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക എന്നതിനും അപ്പുറത്തേക്ക് അടുത്ത ഘട്ടം കടക്കാൻ കഴിയുമോ? ഒരു പരിമിതി നമുക്കുണ്ടോ ആ അർത്ഥത്തിൽ? ആദ്യമായി തന്നെ ഇസ്രോ ഇത്തരം പരിപാടികളൊക്കെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ചും ഇതിൻ്റെ സാങ്കേതിക വിദ്യയൊക്കെ ഇസ്രോയുടെ തന്നെ ലബോറട്ടറികളിൽ ഉണ്ടാക്കുക. ഇവിടുത്തെ എൻജിനീയേഴ്സും സയൻറ്റിസ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ കൂടിയിട്ടാണ് പല ഉപകരണം ഉണ്ടാക്കുക. ഇൻഡസ്ട്രീസ് അതിൻ്റെ മാനുഫാക്ചറിങ് പാർട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരെ മറിച്ച് മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസാണ് ഇതിൻ്റെ ഒട്ടുമുക്കാൽ കാര്യം ചെയ്യുന്നത്. അവർക്ക് കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ കോൺട്രാക്റ്റിൻ്റെ പുറത്ത് വരുന്ന മാർജിനും അതും ഇതൊക്കെ വരുന്നുണ്ട്. അതുമാത്രമല്ല, സാധാരണ വേജസ് നമ്മുടെ റെമ്യൂണറേഷൻ നോക്കുകയാണെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിനെ അപേക്ഷിച്ച് ഒരു 20-30% മാത്രമേ ഇവിടുത്തെ ശാസ്ത്രജ്ഞർക്കും മറ്റുമൊക്കെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവരുടെ ചിലവും കുറവാണ്. പക്ഷേ ഇസ്രോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത് ഈ മിഷൻ മോഡ് ഓഫ് വർക്കിംഗ്. ഒരു 10 കൊല്ലത്തിൽ നമ്മൾ എന്താവണം, 20 കൊല്ലത്തിൽ നമ്മൾ എന്താവണം എന്നുള്ള ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക. ഈ പ്രവർത്തനങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെ കഴിയുന്നതും അടുത്ത പരിപാടികൾക്ക് വേണ്ടി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ചന്ദ്രയാനിലാണെങ്കിൽ ചന്ദ്രയാൻ 1 ആ ട്രാക്കിംഗ് സ്റ്റേഷനാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. റോക്കറ്റുകളാണെങ്കിൽ PSLVയുടെ ആ എഞ്ചിനും മറ്റു പലതുമാണ് ഇപ്പോൾ GSLV ഉപയോഗിക്കുന്നത്. ക്രയോജനിക് സ്റ്റേജ് പുതുതായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പുതിയ ഡെവലപ്മെൻറ്റ് വളരെ ചുരുക്കി വെക്കുകയും അതനുസരിച്ച് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റു രാജ്യങ്ങൾ ഇതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും അവർക്ക് ചിലവാക്കേണ്ടി വരുമായിരുന്നു. നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സാമ്പത്തികമായിട്ട് വലിയൊരു കുതിപ്പിലാണ്. അപ്പോൾ ഈ ഗഗൻയാന് ഏകദേശം ഒരു 10,000 കോടി രൂപയോളം നമ്മൾ ചിലവാക്കുന്നുണ്ട്. അത് ശരിക്കും വളരെ തുച്ഛമായിട്ടുള്ളൊരു തുകയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക നില വെച്ച് നോക്കുമ്പോൾ. ഇനി വരും കാലങ്ങളിൽ നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുകയും അതിനനുസരിച്ച് ഈ ശാസ്ത്ര രംഗത്തേക്ക് ഉള്ള ഫണ്ടിങ്ങൊക്കെ കൂട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യം
ഏകദേശം 0.9% ഓഫ് GDP ഓൺലി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. നേരെ മറിച്ച് ചൈനയോ അമേരിക്കയോ മറ്റൊക്കെ ആണെങ്കിൽ 3% തൊട്ട് 5% വരെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിനിയും ആ ഏരിയയിലേക്ക് കൂടുതൽ ഫണ്ടിങ് കൊടുക്കാനും കൂടുതൽ നേട്ടങ്ങൾ, ഇതിൻ്റെ നേട്ടങ്ങൾ വിലയിരുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യ വളരെ എഫിഷ്യൻ്റായിട്ടാണ് ഈ പ്രോഗ്രാംസ് മാനേജ് ചെയ്തിട്ടുള്ളത്. കുറച്ച് നാളിന് മുമ്പ് ഒരു എക്കണോമിക് സ്റ്റഡി നടത്തിയതിൻ്റെ 5 കൊല്ലം മുമ്പ് വരണമെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ 1.5 ഇരട്ടി ബെനിഫിറ്റാണ് പല മാർഗങ്ങളിൽ കൂടി, കമ്മ്യൂണിക്കേഷനായാലും എർത്ത് ഒബ്സർവേഷനായാലും സയൻറ്റിഫിക് ഫൈൻഡിങ് ആയിട്ടും ആ ടെക്നോളജി ഡെവലപ്മെൻറ്റ് കൂട്ടാതെ തന്നെ ആ 1.5 മടങ്ങോളം നമുക്ക് രാജ്യത്തിന് തിരികെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സാങ്കേതിക വിദ്യയ്ക്ക് വലിയ പുരോഗതി ഉണ്ടാക്കും, ശാസ്ത്രരംഗത്ത് വലിയ നേട്ടങ്ങളുണ്ടാക്കും. ഇവിടെയുള്ള പുതിയ തലമുറയ്ക്ക് ശാസ്ത്രലോകത്തെ വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കും. താങ്ക് യു ജി മാധവൻ നായർ. ഞാൻ ഒന്ന് മറ്റതിഥികളിൽ കൂടി വേഗം ഒന്ന് പോയിട്ട് വന്നാൽ ഡോക്ടർ പ്രിൻസ്, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിലൊന്ന് ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വതന്ത്ര അംഗങ്ങളുടെ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഒക്കെ നിക്ഷേപത്തെ ഇപ്പോൾ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. ഇപ്പോൾ തന്ത്രപ്രധാന മേഖലയാണെങ്കിൽ പോലും ഈ മേഖല സ്വകാര്യ കമ്പനികൾക്ക് കൂടി അതൊരു സഹകരണം ഉറപ്പാക്കുന്നുണ്ട്. പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന രീതിയിലുള്ളൊരു ഒരു രീതിയിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഈ ഗവേഷണ പദ്ധതികളുടെ ഭാഗമാവാം, അവർക്ക് ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കൈമാറാം എന്നത് ഇപ്പോൾ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നേരത്തെ ജി മാധവൻ നായർ സൂചിപ്പിച്ച ഈ ഫണ്ട് ക്രഞ്ചിനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് മാറ്റാൻ കഴിയുമോ? അതല്ല, ഇന്നിപ്പോൾ ISRO നേടിയിരിക്കുന്ന ഈ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഏറ്റവും സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒരു മേഖലയെ അത് ദുർബലപ്പെടുത്തുമോ? എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? അതായത് ISROയെയും സ്പേസിനെയും ഒക്കെ സ്വകാര്യ മേഖലയുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്നതിലൂടെ ഒരു കുതിപ്പാണോ കിട്ടുക? അതല്ല, സ്വകാര്യ മേഖല കൂടി കടന്നു വരുന്നതോടുകൂടി നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ധാതുലവണങ്ങൾ കിട്ടുക, അത് വളരെ സ്വകാര്യമായ രീതിയിലേക്കുള്ള സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുകയും സൗരയൂഥത്തിൻ്റെ രഹസ്യം കണ്ടെത്തുന്നതിന് പകരം ഈ സ്വകാര്യ കമ്പനികളുടെ മൂലധനം കൂട്ടാനുള്ള ഒരു രീതിയിലേക്ക് പോകുമോ എന്നൊരു സംശയം പൊതുവെ വരുന്നുണ്ട്. അതൊരു വളരെ അടിസ്ഥാനപരമായ സംശയമാണ്. പക്ഷേ എങ്കിലും ഈ ഘട്ടത്തിൽ നമ്മളത് ചർച്ച ചെയ്തു പോകണം. നിലവിൽ അതിൻ്റെ സാധ്യത എന്താണ്? തീർച്ചയായിട്ടും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഘട്ടമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള മൂലധനം നമ്മൾ ഉപയോഗിക്കുന്നത് ഇനിയുള്ള കാലത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് തന്നെയാണ് നമ്മുടെ ഒരു തിരിച്ചറിവ്. പക്ഷേ അത് പറയുമ്പോൾ പോലും രാജ്യരക്ഷ പോലെയുള്ള മറ്റു കാര്യങ്ങളിൽ നമ്മൾ പൊതുവിൽ നല്ല നിയന്ത്രണങ്ങളോടെയാണ് അത്തരം നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുള്ളത്. അത്തരം ഒരു നിയന്ത്രണം ബഹിരാകാശ ഗവേഷണ രംഗത്തും തീർച്ചയായിട്ടും ആവശ്യമാണ് എന്നുള്ള ആ ഡോക്ടർ അരുണിൻ്റെ ആ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പാണുള്ളത്. കാരണം നമുക്കറിയാം, ബഹിരാകാശ രംഗം എന്ന് പറയുന്നത് രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, മനുഷ്യൻ്റെ സുരക്ഷയുമായിട്ട് കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് ബഹിരാകാശ രംഗം. നമുക്ക് ഒരുപാട് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തുണ്ട്. ഈ ഉപഗ്രഹങ്ങളിലൂടെ ഏത് രാജ്യത്തിൻ്റെയും എന്ത് കാര്യവും നമുക്ക് ചോർത്തിയെടുക്കാൻ കഴിയും. ഒരുപാട് എത്തിക്സുകൾ ആവശ്യമായൊരു മേഖലയായതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളോടെയുള്ള സ്വകാര്യ പങ്കാളിത്തം മാത്രമേ ഈ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കാവൂ എന്നാണ് ഒരു പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമുക്ക് ഒരുപാട് ജനസംഖ്യയുണ്ട്. നമ്മുടെ സോഷ്യൽ സിസ്റ്റം സോഷ്യൽ സിസ്റ്റത്തിൽ വലിയ ഒരു കെട്ടുറപ്പൊന്നും വലുതായിട്ട് നമുക്ക് അവകാശപ്പെടാനില്ല. അവിടെ നമ്മൾ തീർച്ചയായിട്ടും നിയന്ത്രണങ്ങളോടുള്ള മാത്രമേ. ഒരു ട്രിവിയൽ എന്ന് തോന്നാവുന്ന ഒരു ചോദ്യം കൂടി ശ്രീ രാജഗോപാൽ കമ്പത്തിനോട് ചോദിക്കുകയാണ്. ഇത് സാധാരണ പ്രേക്ഷകർക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ തിരുപ്പതിയിലേക്ക് ഇത്തരമൊരു വലിയ ശാസ്ത്ര നേട്ടത്തിന് മുൻപ് ശാസ്ത്രജ്ഞന്മാർ പോകുന്ന ഒരു കാഴ്ച, അത് ഏതുതരം സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുക എന്ന രീതിയിലൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു വലിയ വൈറലായി ചിന്തയുണ്ടായിരുന്നു. ഇത് തിരുപ്പതി മാത്രമല്ല, ഇത്തരം മതവിശ്വാസങ്ങളുമായി ഇത്തരം പദ്ധതികളെ വളരെയധികം കണക്ട് ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു. ശ്രീ രാജഗോപാൽ കമ്പത്ത് അതിന് താങ്കൾക്ക് മറുപടി പറയാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാര്യം ഇതൊക്കെ ഓപ്ഷണലാണെന്ന് ധരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ഓരോ മനുഷ്യരുടെയും, പ്രത്യേകിച്ച് ഇത്രയും നെഞ്ചിടിപ്പേറ്റുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം പകരുന്നതിന് അത്തരം സന്ദർശനങ്ങൾ സഹായിക്കുമെങ്കിൽ തെറ്റില്ല. പക്ഷേ ചന്ദ്രനിലേക്ക് ഒരു ശാസ്ത്രനേട്ടം നടത്തുമ്പോൾ ഒരു ശാസ്ത്രീയമായിട്ടുള്ള മനോവൃത്തി ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തെ അത് ദുർബലപ്പെടുത്തുമോ എന്നൊരു ചോദ്യം കൂടി മറുഭാഗത്തുണ്ട്. ശ്രീ രാജഗോപാൽ കമ്പത്ത്.
ഇത് നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണിത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇങ്ങനെ ആരാധനാലയം എന്നുള്ളതല്ല. അപ്പോൾ അതൊക്കെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്, ആ ഗ്രൂപ്പുകളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതവർ ചെയ്തോട്ടെ, അവർക്ക് അതിൽ നിന്നും ഒരു കോൺഫിഡൻസ് കിട്ടുകയാണെങ്കിൽ അവർ ചെയ്തോട്ടെ എന്നുള്ളതാണ് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസും നമ്മുടെ തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്കൊന്നും അവർ നൽകാൻ പോകുന്നില്ല. കാരണം നമ്മളൊക്കെ വളരെ യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന സമൂഹവും തലമുറയൊക്കെയാണ്. നമ്മളെക്കാൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. ഇപ്പോൾ അവർ ഇത്തരത്തിലുള്ള ആക്ട്സ് ഉണ്ടതിന് നാസയിൽ തന്നെ അത് അനേകം അന്ധവിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ ലോഞ്ചിൻ്റെ സമയത്ത് കപ്പലിൻ്റെ കഴിക്കുക, അതിങ്ങോട്ട് അയച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ എന്തൊക്കെയോ വിശ്വാസങ്ങൾ അവരുടെ ഇടയിലും ഉണ്ട്. ചില ഡേറ്റ്സ് ഇപ്പോഴും ഇല്ലേ, ഡേറ്റ്സൊക്കെ ചില ഡേറ്റ്സിനൊന്നും അവർ പ്രിഫർ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. മാനവ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇനി 5000 വർഷം എടുക്കും. അപ്പോൾ എന്നാൽ മാത്രമേ ഒരു ചേഞ്ച് വരത്തുള്ളൂ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ ഗൗനിക്കാതിരിക്കുക. പിന്നെ ഇതൊന്നും നമ്മളുടെ ദൗത്യങ്ങളെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ദൗത്യത്തിൻ്റെ പ്രയത്നഫലത്തെ അത് ബാധിക്കുന്നുണ്ടോ, അതിനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒരു കാര്യം രാജഗോപാൽ കമ്പത്ത്, ഇതിപ്പോൾ ചന്ദ്രയാൻ 3 നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ വളരെയധികം പ്രൈം ടൈമിൽ ഇതിൽ ഡിസ്കഷൻ എടുക്കുക മാത്രമല്ല, നമ്മളും അതിന് പിന്നിൽ കുറേ എഫേർട്ട് എടുത്താണ് പ്രേക്ഷകരിലേക്ക് ഈ വസ്തുതകളൊക്കെ എത്തിക്കുന്നത്. ഇത് സമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു കണക്റ്റിനി ഉണ്ടാക്കേണ്ടതല്ലേ സർക്കാർ? അതായത് അങ്ങനെയാണല്ലോ ഓരോ തലമുറയും മുന്നിലേക്ക് പോകുന്നത്. അപ്പോളോ 11 കണ്ടുകൊണ്ടാണ് അമേരിക്കയിലെ സ്കൂളിലെ സിലബസ് തന്നെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ആ രീതിയിലേക്ക് പാഠ്യപദ്ധതിയിലും സാമൂഹികമായ തലങ്ങളിലും ചന്ദ്രയാൻ 3യെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു പരിശീലനം അത് സർക്കാർ ഏർപ്പെടുത്തേണ്ടതല്ലേ? ശരിക്കും ഇതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കാരണം ഇക്കോണമിയുടെ ഒരു ഗ്രോത്തിനെ ഇത്തരത്തിലുള്ള പര്യവേഷണങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം ബഹിരാകാശ പര്യവേഷണങ്ങളിൽ നിന്നുള്ള ധാരാളം സാങ്കേതിക വിദ്യ നമ്മൾ ദൈനംദിനമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ സ്മാർട്ട് ഫോണുകളിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോൺ ഇപ്പം എല്ലാവരുടെയും കയ്യിലുണ്ട്, താഴെത്തട്ടിലുള്ള എല്ലാവരുടെയും കയ്യിലുണ്ട്. അത് മാത്രമല്ല, വീട്ടിൽ ഉപയോഗിക്കുന്ന വീട്ടുപകരണങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ബഹിരാകാശ പര്യവേഷണങ്ങൾക്കായിട്ട് വികസിപ്പിച്ച ധാരാളം ഉപകരണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ദൈനംദിനമായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചെറുകിട, ഇപ്പോൾ ഈവൻ ചെറിയ തട്ടുകടകളിൽ പോലും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തലങ്ങളിലും ഇതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ് തീർച്ചയായിട്ടും എത്തുന്നുണ്ട്. ഒരു എക്കണോമിയുടെ ഗ്രോത്താണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ ഒരു കാര്യം ചോദിച്ചു, അത് എങ്ങനെയാണ് ഈ സ്വകാര്യ സംരംഭകരെ? തീർച്ചയായിട്ടും സ്വകാര്യ സംരംഭകരെ ധാരാളമായിട്ട് ഇതിനകത്ത് കൊണ്ടുവരണം. കാരണം ഒത്തിരി പേരിപ്പോൾ ഈ സ്വകാര്യ വ്യക്തികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ISRO അവരെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചതിന് ശേഷം നമുക്ക് സ്പേസ് എക്സ്പ്ലോറേഷനും റിസർച്ചും ഒക്കെ നമുക്ക് നടത്തണം. ഇത്തരത്തിലുള്ള സ്പേസ് എക്സ്പ്ലോറേഷനും റിസർച്ചും ഗവൺമെൻറ് ഫണ്ടിങ്ങിലൂടെ നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വെതർ ഒബ്സർവേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഡിഫൻസ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, കമേഴ്ഷ്യൽ ലാൻഡുകൾ, അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം 90% വരെ വേണമെന്നുണ്ടെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇനി ഭാവിയിലെ മുന്നേറ്റത്തിന് തീർച്ചയായിട്ടും ഇപ്പോൾ സ്പേസ് എക്സ് ഒക്കെ കണ്ടില്ലേ, വിർജിൻ ഗാലക്റ്റിക്, സ്പേസ് എക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അവരുടെ റോക്കറ്റുകൾ തന്നെയാണ് അയക്കുന്നത്. അപ്പോൾ ആ രീതികളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പിന്തുടരണം. പിന്നെ റെഗുലേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകണം. അത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് റെഗുലേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകണം. ഓക്കെ, ഞാൻ ശ്യാമിലേക്ക് കൂടി വന്നാൽ, ശ്യാം, ഇപ്പോൾ ആദ്യഘട്ടം കഴിഞ്ഞു. ഏകദേശം 36,000 കിലോമീറ്റർ ഉള്ള നമ്മളുടെ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫർ ഓർബിറ്റിലേക്കുള്ള ഒരു എടുത്തെറിയലാണ്. ഈ ഇഞ്ചക്ഷന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുമ്പോൾ ഈ 41 ദിവസങ്ങൾക്ക് ശേഷം താങ്കൾ പ്രതീക്ഷിക്കുന്നത് കൃത്യമായും സോഫ്റ്റ് ലാൻഡിംഗ് തന്നെയല്ലേ? തീർച്ചയായും. നമ്മുടെ ഈ വിക്ഷേപണ വാഹനത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം സക്സസ് റേറ്റുള്ള ലോകത്തിലെ തന്നെ മികച്ച വിക്ഷേപണ വാഹനങ്ങളിലൊന്നാണ് നമ്മളിപ്പോൾ ഈ അയച്ച മാർക്ക് 3. അതുകൊണ്ട് വിക്ഷേപണ വിജയത്തെ സംബന്ധിച്ച് നമുക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കൃത്യമായി അതിനെ ഭ്രമണപഥത്തിൽ ആ പേടകത്തെ എത്തിക്കുകയും ചെയ്തു. ഇപ്പോഴത് ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ തുടരുകയാണ്. നമ്മുടെ മുന്നോട്ടുള്ള ഓരോ പോയിന്റിലും അത് കൃത്യമായി ISRO മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓരോ പോയിന്റിലും കൃത്യമായി ISRO അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്, കമാൻഡുകൾ നൽകുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അത് കൃത്യമായ ആ പദത്തിലൂടെ സഞ്ചരിച്ച് അവിടെ ഏറ്റവും ഉചിതമായ ഏതാണ്ട് ഒരു ഓഗസ്റ്റ് 23, 24 എന്നുള്ള ഒരു ടെൻഡേറ്റീവ് തീയതിയാണ് ഇപ്പോൾ നമ്മളതിന് കണ്ടിരിക്കുന്നത്. ആ ഒരു വിൻഡോ ഏതാണ്ട് മറ്റ് പ്രയാസങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലെങ്കിൽ കൃത്യമായി, കാരണം ശാസ്ത്രം കൃത്യമായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് തന്നെ അത് മുന്നോട്ട് പോകും.
ആ തീയതികളിൽ തന്നെ ഉചിതമായിട്ട് അത് ലൂണാർ ഓർബിറ്റിൽ, അത് ചന്ദ്രന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ കൃത്യമായി എത്തും. ചന്ദ്രന് ചുറ്റും ഒരു കുറച്ച് കറങ്ങലുകൾ കൂടി ഈ പേടകം കറങ്ങും, ഈ പ്രൊപ്പൽഷൻ കൂടിയുള്ള. ചന്ദ്രന് ചുറ്റും കറങ്ങിയതിന് ശേഷം ഏറ്റവും ഉചിതമായ ആ പോളാർ മേഖലയിലേക്ക് കടന്നിട്ട് ഏറ്റവും ഉചിതമായ പല കമ്പോണന്റുകൾ അതിനകത്ത് പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ ഒരു കൃത്യമായ ലാൻഡിംഗ് സൈറ്റ്, കുറച്ച് വലിയ ഏരിയയാണ്. ആ ലാൻഡിംഗ് സൈറ്റ് കൃത്യമായിട്ട് തന്നെ അവിടെ ലാൻഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അതിനകത്ത് നിലവിൽ മറ്റു തരത്തിലുള്ള ഭീഷണികളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ. താങ്ക് യു ശ്രീ ശ്യാം, താങ്ക് യു ശ്രീ രാജഗോപാൽ കമ്മത്ത്, താങ്ക് യു ശ്രീ ജി മാധവൻ നായർ, താങ്ക് യു പ്രിൻസ്, നമുക്കൊപ്പം ഈ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്തതിന്. ഇന്ന് നമുക്ക് അഭിമാന നിമിഷം തന്നെയാണ്. ഈ ഘട്ടത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷത്തിൽ നമ്മൾ ഈ രാത്രിയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വിട പറഞ്ഞു പോകുമ്പോൾ, അമ്പിളി അമ്മാവ താമര കുമ്പിൽ എന്തുണ്ട് എന്ന ചോദ്യം നമ്മൾ പണ്ട് പാട്ടുപാടിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് ആ താമരക്കുമ്പിളിൽ എന്തുണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ചന്ദ്രയാൻ 3യുടെ റോവർ പ്രേക്ഷകർക്ക് നൽകും. ആ റോവറിലുള്ള 2 പേലോഡുകൾ കൃത്യമായും ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ ധാതുലവണ സാന്നിധ്യം പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ മാനവരാശിക്ക് നൽകും. അതുവഴി സമൂഹം കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് പോകും. അങ്ങനെ പഴയ കാലത്തെ പാട്ടുകൾക്ക് പുതിയ അർത്ഥമുണ്ടാവും. അമ്പിളി അമ്മാവൻ്റെ താമരക്കുമ്പിളിലുള്ള ആ രഹസ്യവും സൗരയൂഥത്തിൻ്റെ രഹസ്യവും ഇനി മാനവരാശിയുടെ കുതിപ്പിനുള്ള പാഠമായി തീരട്ടെ. അതിന് ഈ വിക്ഷേപണം സഹായിച്ചു. ഒരിക്കൽ കൂടി പറയുന്നു, കൺഗ്രാറ്റുലേഷൻസ് ISRO, കൺഗ്രാറ്റുലേഷൻസ് ടീം ഇന്ത്യ. ഇനി റിപ്പോർട്ടർ TV-യുടെ AR ടീം ഇന്ന് പുലർച്ചെ 6 മണി മുതൽ പ്രേക്ഷകരിലേക്ക് ഈ ചന്ദ്രയാൻ 3യുടെ വിവിധ ഭാഗങ്ങൾ വളരെ കൃത്യമായും തത്സമയം എത്തിക്കുകയായിരുന്നു. സൂക്ഷ്മതയോടുകൂടിയുള്ള സാങ്കേതിക തികവാർന്ന AR പ്രോപ്പർട്ടിയാണ് പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതും ആ ഒരു AR സിമുലേറ്റഡ് മാതൃകയിലാണ്. ഇന്ന് രാവിലെ മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഞങ്ങളുടെ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെയുള്ള ചന്ദ്രയാൻ 3യുടെ അവതരണമാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. അതിനുശേഷം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് സിൽവർ ലൈൻ വീണ്ടും ചർച്ചയ്ക്കെടുക്കുകയാണ് സ്മൃതി പരുത്തിക്കാട്, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ. ആദ്യം നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ ചന്ദ്രയാൻ 3യെ റിപ്പോർട്ടർ എന്ന് സമീപിച്ചത് കാണാം. Liftoff will start in T-minus 10 seconds. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. We have ignition.